മൂത്ത മരുമകൻ മകൾ താമസിച്ചിരുന്നതും ഇവിടെയാണ്. വലിയ ബന്ധമുണ്ടായിരുന്നു ഈ നാടിനോട്. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ട ഒരു നാട് കുറ്റിക്കാട്ടൂരാണ്. അപ്പൊ ആ നിലയിൽ ഇതൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. രണ്ടാമതായി ഇത് ആലിമീങ്ങളുടെ പ്രൊഡക്റ്റ് പുറത്തിറക്കുന്ന ഒരു സ്ഥാപനമാണ്. ആലിമീങ്ങളുടെ പ്രൊഡക്റ്റ് പുറത്തിറക്കുക. ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്നവരിൽ കിട്ടാവുന്ന നല്ല ഉസ്താദുമാരെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ കരുതിക്കൂട്ടി പറയാം. ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും അത്യാവശ്യം നല്ല ഉസ്താദുമാരെ വെച്ച് ആലിമീങ്ങളെ പുറത്തിറക്കുക. ആലിമീങ്ങൾ ഇല്ലെങ്കിൽ ആകാശം ഭൂമിയോട് ഒട്ടിപ്പിടിക്കും. അള്ളാഹു കാക്കട്ടെ. അതൊക്കെ സംശയം വേണ്ട. ആലിമിന്റെ മേലെ നിൽക്കാൻ ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. ആലിം എന്ന് പറഞ്ഞാൽ ആലിമാണ്. ആലിമിന്റെ സ്ഥാനം ആർക്കില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ആലിമിന്റെ സ്ഥാനം. അള്ളാഹിന്റെ കോടതിയിൽ നിന്ന് സ്വർഗം വിധിക്കപ്പെട്ട ആളുകൾ സ്വർഗത്തിലേക്ക് മത്സരിച്ച് ഓടി വരുമ്പോൾ എല്ലാവരും തമ്മിൽ തർക്കി. എനിക്കാദ്യം കിടക്കണം, എനിക്കാദ്യം കിടക്കണം. അപ്പോൾ എല്ലാവരെയും മുൻനിർത്തിയത് സയ്യിദുനാ ജിബ്രീൽ പറയുന്നു, എല്ലാവർക്കും സ്വർഗപ്രാപ്തമാകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അടിസ്ഥാന കാരണം ആലിമിന്റെ ഇൽമാണ്. അതുകൊണ്ട് ആലിം സ്വർഗത്തിൽ കടക്കാതെ ഒരാളും സ്വർഗത്തിൽ കടക്കുന്നത് ന്യായമല്ല എന്ന് പറയും സയ്യിദുനാ ജിബ്രീൽ. സയ്യിദുനാ ജിബ്രീൽ ഞാൻ ചിന്തിക്കണം, ഇതൊക്കെ നേരായ ഹദീസാണ്, സത്യം. ആലിമിനെ പോലെ ഒരാൾക്ക് ആകാൻ കഴിയില്ല. ആലിമിനാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക, തീർച്ചയായും. പിന്നെ വലിയ ആലിമൊക്കെ കഴിഞ്ഞില്ല അങ്ങനെയൊന്നും പറയരുത്. അതാത് കാലഘട്ടത്തോട് യോജിച്ചവർ അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. സുദ്ദീഖുൽ അക്ബറിനെ പോലത്തെ ഒരാൾ ഇന്നില്ലല്ലോ എന്ന് പറയുന്നത്, ഷാഫി ഇമാമിനെ പോലത്തെ ആളുകൾ ഇന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഷാഫി ഇമാം എന്നുണ്ടായില്ലെങ്കിൽ കീഴിൽ അഹ്മദ് ബിൻ ഹംബൽ ഉണ്ട്, റളിയല്ലാഹു അൻഹു. അങ്ങനെയാ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ ശിഷ്യനായപ്പോഴാണ് ഷാഫി ഇമാം ഉസ്താദായത്, റളിയല്ലാഹു അൻഹു. ഇന്ന് എല്ലാ രംഗത്തും ശോഷണങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ കാലസ്ഥിതിയുടെ ആലിമീങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ അൻറ്റി ഉസ്താദ്, തങ്ങൾ ഉസ്താദ്, വളവണ്ണ ഉസ്താദ്, ഇവരൊക്കെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇരുത്തി പ്രശംസിക്കൽ എൻ്റെ രീതിയുമല്ല, അവരുടെ രീതിയുമല്ല. പക്ഷെ ചില സംഗതികൾ പറയേണ്ടി വരുന്നത് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അത് ഞാൻ കെതികൂട്ടി പറഞ്ഞതല്ല, ഒരു ഗൗരവമായ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആലിമില്ലെങ്കിൽ വിവരമില്ലാത്തവരെ പഠിച്ച മനുഷ്യന്മാരെ നേതാക്കളാക്കും. അവർ പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ നബി ഉറക്ക സ്വലാത്ത് ചെയ്യണം, ഉറക്കാമീ പറയണം. ആ മടിയൊക്കെ അവസാനിപ്പിക്കണം. ഞാൻ ഇന്ന് നേരം കൊടുത്തൊരു സുബഹിക്ക് കൊടുവള്ളി തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതിൻ്റെ അപ്പുറം പറഞ്ഞപ്പോൾ അമൽ മാത്രമാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ സുബഹിക്ക് കൊടുവള്ളി തുടങ്ങിയതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബാക്കികൾ ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് പടച്ചവന്റെ ദീനിനെ ഇഖ്ലാസോടുകൂടി ഖിദ്മത്ത് ചെയ്യാൻ ഈ പൊട്ടന്മാരായ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നോട് ആർക്കാ നമ്മൾ പൊട്ടന്മാരാണ്, തൗഫീഖ് മാത്രമേ ഉള്ളൂ, ഒന്നും കഴിയില്ല. തൗഫീഖ് മാത്രം അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. ഞാൻ നിങ്ങളെ വാക്കും മറ്റൊക്കെ ചെറുതായി പോയപ്പോൾ നിങ്ങളെ തംബീഹാക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്ക് മാത്രമാണ്, മാപ്പാക്കണം. ആലിമില്ലെങ്കിൽ ഇവിടെ ഒക്കെ അട്ടിമറിയും, ഇൽമില്ലെങ്കിൽ എല്ലാം അട്ടിമറിയും. എന്തുകൊണ്ട് ആ ദീനുൽ ഫിഖ് എന്നാണ്, ദീൻ എന്നാൽ ഫിഖ്ഹാണ്. വിധികൾ മനസ്സിലാക്കണം. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെ ജീവിക്കണം, എന്താണ്, എങ്ങനെയാണ് മടവിധികൾ എന്ന് മനസ്സിലാക്കണം. ഒരു ചെറുപ്പക്കാരനെ, ഒരു കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. അയാൾക്ക് ബാപ്പാനോട് ഭയങ്കര സ്നേഹമില്ല, മദ്രസയിൽ പോയിട്ടില്ല. നമ്മുടെ കാസറ്റുകളൊക്കെ മറ്റും നെറ്റിലൊക്കെ കണ്ടിട്ട് കുറച്ച് എന്നോട് ചെറിയ ചില താല്പര്യമാണ്. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ നല്ല അഭിപ്രായം പറയും, എന്നോട് സൗകര്യപ്പെടുമ്പോഴൊക്കെ ഫോൺ ചെയ്യും. അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ പിന്നെ സ്റ്റാൻഡേർഡുള്ള ആളുകളോട് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ ഫോട്ടം വരുന്നവരോടൊക്കെ അവർ ബന്ധപ്പെടും. അങ്ങനത്തെ ചെറുപ്പക്കാരൻ. ബാപ്പ മരിച്ചപ്പോൾ 7 അന്ന് ഇവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ പേരിൽ ഒന്ന് വന്നോളാം.
അങ്ങനെ അവൻ്റെ വരി പോയി. രാത്രി ഒരു 10-11 മണിയായിട്ട് പറഞ്ഞ പേരിൽ പോയപ്പോൾ ഒരു പോലെ ചെന്നു. അപ്പൊ പോലെ ചെന്നപ്പോൾ അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ ബാപ്പ മരിച്ച് മറവൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് എഴുന്നണം. എന്താണ് അവസ്ഥ എന്ന് വെച്ചാല് ഒരു കറുത്ത ഉപ്പായിട്ടുണ്ട്, ഒരു വലിയ ഒരു കണ്ണാടി ചില്ലിലാക്കി ബാപ്പാന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന് നല്ല ഒരു മാലിട്ടുള്ളു, അതിൽ നല്ലൊരു മെഴുകിരി കത്തിച്ചെങ്കിൽ ഒരു മുസാഫ് അവിടെ എനിക്ക് സൗകര്യം കിട്ടിയാൽ വന്നാൽ ഓടാൻ വേണ്ടി ഒരു മുസാഫ് അവിടെ എടുത്തിട്ടുണ്ട്. ഇന്നെ കത്തിരിക്കുക. കാരണം മരിച്ച അച്ഛന്റെ കാര്യത്തിൽ ദുഃഖിക്കുന്ന രീതി ഇവൻ പഠിച്ചത് ഷേക്സ്പിയർ നാടകത്തിൽ നിന്നാണ്. ആദ്യം തിരിയൊക്കെ കെട്ടിട്ട് ആ കുപ്പായൊക്കെ ഒന്ന് മാറ്റി വാങ്ങണം. ഇതിന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നു കോടീശ്വരൻ ഇവിടെ അടുത്ത്, ഇത് ദൂരല്ല, ഇവിടെ അടുത്ത്. എന്തേ കാരണമുണ്ട്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്രമാണ് പഠിപ്പിച്ചത്. ബാപ്പാക്ക് കോടിക്കണക്കിന് രൂപയുടെ മുതലുണ്ടായി. അപ്പൊ മരിച്ചുപോയി. മദ്രസ സ്കൂൾ എന്നുള്ള അറിയില്ല. പിന്നെ മൂല്യന്മാരെ വെച്ചിട്ടുള്ള ബന്ധമില്ല. നമ്മൾ പടക്കിടക്ക് പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്ന മൂല്യനായതുകൊണ്ട് സ്റ്റാൻഡേർഡിനെ ഒക്കെ ഒന്ന് വിചാരിച്ചിട്ട് എന്നോട് ബന്ധപ്പെട്ടത്. ഉദാഹരണം പറഞ്ഞതാണ്, ചില ആളുകൾക്ക് പോകണമെങ്കിൽ തന്നെ അവർ സ്റ്റാൻഡേർഡ് നോക്കും. വലിയ വലിയ സ്റ്റാൻഡേർഡുള്ള ആളുകൾ അങ്ങനെയാണ്. ഒരു പരിപാടിയാണ് വെച്ചാൽ ആദ്യം തന്നെ അവർക്ക് സമാധാനം കിട്ടണം. അങ്ങനെയാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം നമുക്കൊക്കെ വിവരം കേൾക്കണമെങ്കിൽ ആജാതി ആളുകളെ കിട്ടണം എന്നുള്ളിടത്താണ്. നമ്മൾ തന്നെ അത്യാവശ്യമൊക്കെ വിവരമുള്ളവരാണല്ലോ എന്നുള്ളിടത്താണ് ഇന്നത്തെ ജനതയ്ക്ക് ഏകദേശം അങ്ങനെയാണ്. ഞാനിവിടെ ഇതൊക്കെ ഞാൻ കണ്ണോട് കണ്ട് അനുഭവിച്ച് കോടിക്കണക്കിന് മുതലാളി. എന്നെ ഇവിടെ സംഭവിച്ചത് ദീനിയായ ഇൽമ എന്ന സാധനം ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കൻ പറഞ്ഞെങ്കിൽ നാവൊക്കെ ഉറക്കന് പുറത്തേക്ക് അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. നമ്മുടെ ഈ മദ്രസ മാലിന്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്ന സേവനം എന്താണ് അവർ വിചാരിച്ചത്? എന്താണ് അവർ ചെയ്യുന്ന സേവനം? അവര് ബഹുമാനപ്പെട്ട ഖുർആനും ബഹുമാനപ്പെട്ട ദീനിന്റെ മസലകളും പഠിപ്പിക്കുന്നു. എന്താണ് അതിന്റെ ഒരു സേവനം? സംഗതി അത് കുറച്ച് നേരമുള്ളെങ്കിലും അത് വല്ലാത്തൊരു നന്മയാണ്. അത് അടിത്തറയാണ്. ലോകത്തിന്റെ ഏത് നാട്ടിൽ പോയാലും നമ്മളെ ചെറുപ്പക്കാർക്ക് മുന്നിൽ നിൽക്കാൻ കഴിയും, ഇമാമത്ത് നിൽക്കാൻ കഴിയും. അത് കാരണം നമ്മുടെ സംവിധാനം, മദ്രസ സംവിധാനം അല്ലാഹു നിലനിർത്തി തരട്ടെ. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഫാത്തിഹ സൂറത്ത് അറിയാത്ത അനവധി ലക്ഷങ്ങൾ, കോടി എന്ന് പറയാൻ എനിക്ക് കൂടിയാണ്. അതിന് മാത്രം മുസ്ലിമീങ്ങളുള്ള നാടാണ് ഇന്ത്യ. എന്താ കാരണം? നമ്മുടെ ദർസി സംവിധാനമില്ല, നമ്മുടെ മദ്രസ സംവിധാനമില്ല. ഇന്ത്യ രാജ്യം റിപ്പബ്ലിക് ആയതിനു ശേഷവും മുസ്ലിമീങ്ങൾ ഭരിച്ച നാടാണ് നൈസാമിന്റെ ഹൈദരാബാദ്. ഏറ്റവും ഹൈദരാബാദിൽ സാംസ്കാരിക പ്രദേശം എന്ന് പറഞ്ഞത് ഹൈദരാബാദിൽ ചാർമിനാറിന്റെ ഏരിയയാണ്. ചാർമിനാറിന്റെ ഏരിയ പോയി നോക്കും. അവിടെ പോയി ഫാത്തിഹ സൂറത്ത് കിട്ടാത്ത മനുഷ്യന്മാരെ കാണാൻ കഴിയും. എനിക്കനുഭവം മീറത്തിലുണ്ട്, ജാംഷഡ്പൂരിലുണ്ട്, ഗാസിയാബാദിലുണ്ട്, ഇഷ്ടം പോലെ. ഡൽഹിയിൽ നിങ്ങൾ ഓൾഡ് ഡൽഹിയിലോ പരിസരത്തോ ചെന്നാൽ, അല്ലെങ്കിൽ ഫത്തേഹ്പൂർ സിക്രിയിൽ ചെന്നാൽ, അല്ലെങ്കിൽ മുസഫർ നഗറിൽ ചെന്നാൽ, ഗാസിയാബാദിലോ ജാംഷഡ്പൂരിലോ ഒക്കെ ചെന്നാൽ, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നിൽക്കും ആളുകൾ. ഇവരൊക്കെ മുസ്ലിമീങ്ങൾ. എന്റെ നിസ്കരിക്കാൻ മനുഷ്യന്മാരെ കൊണ്ട് കുട്ടികൾക്ക് പോയി ഊതിക്കും. നിസ്കരിക്കണ ഒരു വലിയ ദർജയിലാണ് എനിക്കറിയാം. നമ്മൾ നിസ്കരിക്കില്ല, കാരണം അവർക്ക് നിസ്കരിക്കാൻ അറിയില്ല. വലിയ വിഷയം. ഞാൻ ഒരുപാട് കുട്ടിയെ കൂടി കൊടുക്കണം. നിസ്കരിച്ച മാതിരി നിസ്കരിച്ച് ഇറങ്ങി വന്നാൽ ഇങ്ങനെ കാണാൻ കുട്ടികൾ, ഇങ്ങനെ കുട്ടികളെ ഒക്കെ മുസ്ലിമീങ്ങളാണ്. ഫാത്തിഹ സൂറത്ത് പോലും അറിയില്ല. അല്ലാഹുവിന്റെ കലാം അവർ പഠിച്ചിട്ടില്ല, സംവിധാനങ്ങളില്ല. ആലിമീങ്ങൾ അവിടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുമില്ല. എന്നാലും അവിടെ ആലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ എന്നെ പോലും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇന്ത്യൻ ആലിമ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഹദീസിന്റെ വിജ്ഞാനം ലോകത്തിന് നഷ്ടപ്പെട്ടുമായിരുന്നു. അത്ര വലിയ വിജ്ഞാനം ഹദീസ് ശാസ്ത്രത്തിലൊക്കെ ലോകത്ത് ഇന്ത്യയിൽ നടന്നു വെച്ചിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ, ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി പണ്ഡിതൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ ആൾ. പക്ഷേ കാലഘട്ടത്തിൽ അത് പുലർത്താൻ കഴിഞ്ഞില്ല. പള്ളികളോടനുബന്ധിച്ച് ദർസിന്റെ സംവിധാനം ഉണ്ടായില്ല. ദർസ് ഉണ്ടായതുകൊണ്ട് മദ്രസ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഇനി അത് അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. കാരണം ദർസ് നാട് കഴിഞ്ഞു. ദർസിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ദർസ് ഉണ്ടാകുമ്പോൾ നല്ല കരുത്തുള്ള മുതഅല്ലിമീങ്ങളുണ്ടാവും. അവര് അവസാനത്തെ 1-2 വർഷമെങ്കിലും ഒരു പരിശീലനത്തിന് വേണ്ടിയോ മറ്റോ പരിസരത്തെ പള്ളികളിലും മദ്രസകളിൽ പോയിട്ട് ജോലി ചെയ്യും. 2 ഉപകാരമുണ്ട്. ഒന്ന്, നാട്ടിലേക്ക് നല്ല ആലിമിനെ കുട്ടികൾ പഠിപ്പിക്കാൻ കിട്ടും. സത്യത്തില് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മുഅല്ലിമാണ് ഏറ്റവും വിവരം ഉണ്ടാവേണ്ട മുഅല്ലിം. അയാൾക്ക് പഠിച്ചാൽ പിന്നെ ഒക്കെ പഠിച്ചു, എല്ലാം പഠിച്ചു. നമ്മൾ അല്പം ഭാവം പഠിപ്പിക്കാനില്ല എന്ന് വിചാരിച്ചത് ഏതെങ്കിലും ഒരു വടി പോലത്തെ ഒരുത്തനെ കുറിച്ച് 1ാം ക്ലാസ്സിലാണ്. ദർസുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അടുത്ത കൊല്ലം ഡിഗ്രിക്ക് വേണ്ടി വെല്ലൂരിലോ വെല്ലൂരിൽ ബാക്കിയാത്തിലോ അല്ലെങ്കിൽ ഫൈലാബാദിൽ പട്ടിക്കാടോ ഒക്കെ പോകേണ്ട ആലിമീങ്ങൾ പഴയ കാലത്തെ അവസ്ഥ ഞാൻ പറയുന്നത്. അവർ ദർസിന്റെ അവസാന വർഷങ്ങളിൽ ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പരിസരത്തെ കുട്ടികൾ മദ്രസയിലെ കുട്ടികൾ പഠിപ്പിക്കും. നല്ല നിറഞ്ഞ ഇൽമു കിട്ടി. ഇഷ്ടംപോലെ ദർസുണ്ടായിരുന്നു. അലിമീങ്ങളിൽ നല്ല ഇൽമുണ്ടായിരുന്നു. ഉമറാക്കൾക്ക് നല്ല ഇൽമുണ്ടായിരുന്നു. ചെറുപ്പക്കാർക്ക് ആലിമീങ്ങളോട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഈ അടുത്ത കാലഘട്ടം വരെ ഇവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനതൊക്കെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നാട് നീങ്ങിക്കൊണ്ടിരിക്കണം. അള്ളാഹു കാക്കട്ടെ. ഉറക്കൻ പറഞ്ഞേക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിന്റെ ആപത്ത് ഇന്ന് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇന്ന് നിലവിലുള്ള സാഹചര്യം എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളിത് നിസ്സാരപ്പെടുത്തരുത്. പൊന്നാരൻ്റെ മുഅ്മിനീങ്ങളെ, എനിക്ക് പറയാവുന്നതിന് പരമാവധിയാണ് ഞങ്ങളോട് പറയുന്നത്. ഞാൻ ഏത് കാര്യത്തിൽ ഇന്ന് വരെ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കും. നിങ്ങൾ കൽപ്പിച്ചാൽ മതി. ഞാൻ കഴിയുന്ന സംഗതികളിലൊക്കെ ഞാൻ സഹകരിക്കും. കാരണം ഇതുപോലത്തെ ഒന്നും ഉണ്ടാക്കുക എന്നുള്ളത് ഇനി അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന് ഗൾഫ് അസ്തമിച്ചു തുടങ്ങി, ഇല്ല പൈസ കിട്ടാനില്ല. അറബികൾ ഇങ്ങോട്ട് പണിക്ക് വരാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് എന്ത് ചോദിച്ചാൽ തരുന്ന അറബികളുണ്ടായിരുന്നു. ഇന്ന് അറബികൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ താല്പര്യം ബംഗ്ലാദേശിലോ ആഫ്രിക്കയിലോ ആണ്. മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പണം തരുന്ന പല അറബികളും ഇന്ന് പല കാരണങ്ങളാൽ നമ്മൾ അതിലേക്ക് പണം തരുന്നില്ല. പല കാരണങ്ങളല്ല. ഒന്ന്, അറബികളെ പറ്റിച്ചു ചില ആളുകൾ. അതും പറയണ്ട, അതിപ്പോ പറഞ്ഞിട്ട് പിന്നെ വഷളാക്കണില്ല. അങ്ങനെയും ചില ആളുകൾ ആവശ്യമില്ലാത്തതിൽ പിരിപ്പിച്ചിട്ട് വഷളാക്കി. അറബികൾക്കും കള്ളത്തരം മനസ്സിലായി. അങ്ങനെ മൊത്തത്തിൽ തള്ളി. അങ്ങനത്തെ ആപത്ത് കൊണ്ടുവരികയാണ്. പിന്നെ അവർക്കും സാമ്പത്തികമായ ശോഷണം സംഭവിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇനി പെട്ടെന്ന് കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് ഒരാൾ വിചാരിക്കേണ്ട. പടച്ചോൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ ഉള്ളത് നിലനിർത്തണം, അതിന് അധ്വാനിക്കണം. ബഹുമാനപ്പെട്ട ഇൽമിനെ സംരക്ഷിക്കാനുള്ള ഒരു വഴിയാണ്. അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. നല്ല നല്ല കുട്ടികളുണ്ടാവും. ഇവിടുന്ന് വിജ്ഞാനം പഠിച്ചിട്ടുള്ള കുട്ടികൾ ലോകത്തിന്റെ നാനാഭാഗത്ത് വിജ്ഞാനം പകർന്നുകൊണ്ടിരിക്കും. അതിന്റെ ഒരു കൂലി ഈ നാട്ടിലേക്ക് ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് നിങ്ങൾ ചെറുതായി മനസ്സിലാക്കരുത്. ഇതിന് കാര്യമായി സഹായിക്കണം. ഇൽമിനെ സഹായിച്ചിട്ടില്ല എങ്കിൽ ആപത്ത് സംഭവിക്കും. കാരണം ഇൽമ എന്നാൽ സ്വർഗ്ഗം. ഈ കാണുന്ന ഈ പോലെയൊക്കെ സ്വർഗ്ഗം, ഇതൊക്കെ സ്വർഗ്ഗം. പറയുന്ന സ്ഥലം, ആ സന്നിധി സ്വർഗത്തിന്റെ പൂന്തോപ്പാണെന്ന് ഹബീബായ മുഹമ്മദ് നബി പുണ്യ റസൂൽ അല്ലാതൊരു വാക്കാണ്. നിസ്കാരം ഒന്നാണെങ്കിൽ ഇൽമ രണ്ടാണ്. അതായത് നിസ്കാരത്തിനെ പോലെയുമാണ്. പിന്നെ കുറച്ചോ എന്ന് പുണ്യ റസൂൽ. നിസ്കാരം ദീനിന്റെ തൂണാണെന്ന് പുണ്യ റസൂൽ. ഇൽമോ
അൽ-ഇൽമു ഹയാത്തുൽ ഇസ്ലാമി വഇമാദുദ്ദീൻ. രണ്ട് നിലക്ക് നമ്മൾ സഹകരിക്കണം. ഒന്ന്, നമ്മുടെ കുട്ടികളിൽ ഒരു കുട്ടിയെ ഈ സ്ഥാപനത്തിൽ ചേർക്കുക. ഒന്ന്, പെണ്ണാട്ടുമ്പോൾ തന്നെ നിയത്ത് ചെയ്യാം. എന്തിന്? ഒരു കുട്ടിനെ മൂല്യമാക്കുക. പെണ്ണിന് മുമ്പ് നിയത്ത് ചെയ്യണം. അങ്ങനെ പെണ്ണിന് മുമ്പ് ഞാൻ നിയത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അള്ളാഹു തആല ആദ്യമൊന്നും ആൺകുട്ടികൾ തന്നില്ല. ഇപ്പോൾ അള്ളാഹു തആല 3 ആൺകുട്ടികൾ തന്നു. അള്ളാഹു 3നെ ആലിമാക്കി തരട്ടെ. ഞാൻ കായബാലിനെ പെല്ല വിളിച്ച് പറഞ്ഞാണ്, ഇത് എനിക്ക് 100 ആൺകുട്ടികൾ തന്നാൽ 100നെ ഞാൻ മൂല്യമാക്കിക്കോളാം. അത് വെറുതെ പറഞ്ഞതല്ല, ഞാൻ അള്ളാഹിനോട് ശബ്ദം ചെയ്ത് പറഞ്ഞതാണ്. ആക്കി തന്നവൻ പടച്ചോനാണ്. ഞാൻ അതിന് ജോലി ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം മോലേനെ ബാപ്പയാക്കാൻ പറഞ്ഞാൽ ഇവിടെ മാനക്കുള്ളൂ. എൻ്റെ വാപ്പാക്ക് കുറച്ച് കൃഷിയും കാര്യവും കച്ചവടവും കുറച്ച് ഭൂമിയും നെല്ലും പാടവും റബ്ബറും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ഞാൻ ഓടാൻ പോയിരുന്ന കാലത്ത് എന്നും ബാപ്പാനെ വന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്ത് പിരാന്താണ് ആച്ചത്, ആകെയുള്ള മകനെ ഈ മുക്കിരിപ്പണിക്ക് പറഞ്ഞത് എന്ത് കിട്ടാനാ എന്ന്. ഇന്നിപ്പോൾ ആ പറഞ്ഞവരൊക്കെ മുക്കിരിപ്പണി അന്വേഷിക്കാൻ തുടങ്ങി. നിന്റെ വാപ്പ അള്ളാഹു തൗഫീഖോട് കൂടെ അപ്പറഞ്ഞവരൊക്കെ മേലെയാണെന്ന് അള്ളാഹുവിന്റെ നിഅമത്ത് നിലനിർത്തി തരട്ടെ. ഞാൻ ഒന്നും പറയാല്ലട്ടാ, അത് ചിന്തിക്കാൻ വേണ്ടി പറയാം. പഠിച്ച നിഅമത്ത് പിന്നെ നിങ്ങൾ ചിന്തിക്കണം. പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് തന്നെ നിയത്ത് ചെയ്യണം, മക്കളെ ആലിമാകണം. ഒരു കുട്ടിക്ക് ആലിമാകണം. ആലിമായാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മ തടയാൻ കഴിയില്ല, തിന്മ ചെയ്യാൻ കഴിയില്ല. ഒരു മൂലയ്ക്ക് പരസ്യം തെറ്റിയാൻ കഴിയില്ല. മൂലയ്ക്ക് അങ്ങനെ പരസ്യത്തിൽ കള്ളുടിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു കള്ളുടിയാണ് ഒഴിവാക്കാം. ഒരു മൂലയുണ്ടായാൽ അയാൾക്ക് കള്ളുടിക്കാൻ പറ്റൂല, കള്ളുഷാപ്പിന്റെ പരിസരത്തൂടെ പോകാൻ പറ്റൂല. അങ്ങനെ ഞാനൊരു ദിവസം കാസർഗോഡ് നിന്ന് വെള്ളം കഴിഞ്ഞ് വരികയാണ്. ഈ കൊണ്ടോട്ട് നിറച്ച് നടക്കുന്ന സമയത്ത് ഒരു 5-8 കൊല്ലം മുമ്പായി കാവൊന്നുമില്ല അന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു സുബഹിയോടടുത്ത സമയമാണ് ഇതിനെ കൊണ്ടോട്ടി ഭാഗത്ത് പോണത്. വെള്ളാമ്പലത്തെത്തിയപ്പോൾ അവിടെ ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി. കാരണം പിന്നെ ആ വെള്ളാമ്പലത്തെ പള്ളിയിൽ സുബഹി നിസ്കരിച്ച് ആദ്യത്തെ ബസ്സിന് മഞ്ചേരിക്ക് പോകാനെന്ന് വിചാരിച്ച് ഇങ്ങനെ വെള്ളാമ്പലത്ത് ആ പള്ളിയിൽ ഇറങ്ങി വേഗം സുബഹി അവിടെ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് പാഞ്ഞു വന്ന് ആദ്യ ബസ്സിന് മഞ്ചേരിക്ക് കൈയാട്ടി. ബസ് ഫുള്ള് ആളാ. അങ്ങനെ എനിക്ക് ചെറിയ സ്ഥലം കിട്ടി, ഞാനും കയറി. സുബഹി നേരം ബസ് ഫുള്ള്. അവരൊക്കെ കൊണ്ടോട്ടി നിർച്ച് കഴിഞ്ഞ് വരുന്നവരാ. കണ്ടക്ടർ ഇങ്ങനെ പിന്നെ പൈസ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ അറിയുന്ന ഒരാളാണ്, ഒരു ഉബൈദ് എന്ന ചെറുപ്പക്കാരനാണ്. നിന്റെ അടുത്തൊക്കെ പോയി തിരിച്ചും മറിഞ്ഞു ഇങ്ങനെ നോക്കണേ, നിങ്ങൾ പോയിരുന്നോന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ആ കൊണ്ടോട്ടി നടപ്പാടത്തൂടെ ഈ ആനമയിൽ ഒട്ടകം കാണാൻ വേണ്ടി പോയിരുന്നോന്ന് അമ്പനോട് ചോദിക്കുന്നത്. അല്ലാതെ പറയാനത് കഴിഞ്ഞില്ല. എൻ്റെ നാവട് പൊന്നച്ചോയി പബ്ബാന്നാണ്. കാരണം 20 സൈതം പിടിക്കപ്പെട്ടു. അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. എന്ത് എന്നെപ്പോലത്തെ ഒരാൾക്ക് കൊണ്ടോട്ടി നീർച്ചക്ക് പോകാൻ പറ്റൂല എന്ന് മാത്രമല്ല, നീർച്ച നടക്കുന്ന സമയത്ത് ആ വഴിക്ക് ബസ്സിന് പോലെ പോകാൻ വരെ പറ്റൂല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാ. മൂലയ്ക്ക് പരസ്യമായി ഊതലിക്കാൻ പറ്റൂല. ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ചാലിയത്ത് ഉസ്താദിന്റെ അടുത്ത് രണ്ടത്താണ് ഈ ലോതന കാലത്ത് അവിടുന്ന് ഒരു മദ്രസ മാലിന്യം തിരൂരിക്ക് സിനിമ പോയി. രണ്ടത്താണിക്കാർ കുറച്ച് ചെറുപ്പക്കാരും ഈ സിനിമക്ക് തന്നെ പോയിരുന്നു. അങ്ങനെ ഇവര് സിനിമ കണ്ടോണ്ടിരിക്കുന്നിടയിൽ ഇങ്ങനെ ഇവർക്ക് തോന്നിയത് നമ്മളെ മൂലയല്ലേ ആ മുന്നിൽ നിന്ന് ഇവർക്ക് ഇങ്ങനെ തോന്നി. പിന്നെ വരെ ചിന്തയൊന്നും സിനിമയായില്ല. മൂലയിൽ കുഞ്ഞു പറഞ്ഞു നോക്കി പിടിച്ച് അവിടെ 2 കൊടുത്ത്. അങ്ങനെ തന്നെ കൊണ്ടത് രണ്ടത്താണി കൊണ്ട് അവിടുന്ന് 4 കൊടുത്ത് പെട്ടി ആ രാത്രി തന്നെ കൊടുത്ത് നേരെ ജീപ്പിൽ കയറ്റിട്ട്. ഇത് നല്ലൊരു ബോധ. എന്തുകൊണ്ട് ഇവരൊക്കെ പോയത് സിനിമക്ക, ഇവര് കാപ്പിന് പോയതല്ല. പക്ഷെ ഒരു ബോധമുണ്ട് മനുഷ്യന്മാർക്ക്. നമ്മളെ മോശമായാലും നമ്മളെ മുന്നിലെ മൂല്യമാര് മോശമാകാൻ പാടില്ല. അതൊരു സംഗതിയാണ്, അതൊരു വാക്കാണ്. ഇത് ഹബീബ നബി പഠിപ്പിച്ചതാ. ഞങ്ങളെക്കാൾ നല്ലവർ ഞങ്ങളെ നയിക്കണമേ എന്ന് ദുആ ചെയ്യണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വർക്കപ്പറ അല്ലാഹു തൗഫീഖ്. ഞാൻ വളരെ ചിന്തിക്കണം. ഞാൻ നിങ്ങളെ പരിസരത്ത് ഇവിടെ താമസിക്കുന്നല്ലോ.
ഞാൻ വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് സാധാരണ ആളുകൾക്കും പണി സംഗതി കണ്ടാൽ എല്ലാവരും പിടിക്കും, കൂട്ടും, മുത്തും ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും പണി ഇയാളെ കയ്യിൽ വല്ല വേണ്ടാത്തരുണ്ടോന്ന് ഇങ്ങനെ വേണ്ടാറ് വെച്ച് നോക്കണം. അതെ, അതൊരു മോശമല്ല, അങ്ങനെ നോക്കും വേണം. അവിടെ കാര്യമുണ്ടോ? എന്താ കാര്യം വെച്ചെങ്കിൽ ജീവിതം ഉണ്ടാവും, തെറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു കൈക്കോട്ട് കിടക്കുന്നവൻ, ഒരു JCB ഓടിക്കുന്നവൻ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തെറ്റ് ചെയ്തില്ല, ആര് പറഞ്ഞവന്റെ കാര്യം എന്തറിഞ്ഞു, ആര് പറഞ്ഞു? അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിലുണ്ട് ധനു 28-ന് നിലമ്പൂർ പാട്ടുണ്ടോ? നിലമ്പൂരിൽ വേട്ടക്കാരി മകൻ ക്ഷേത്രത്തിലെ ഉത്സവം നിലമ്പൂർ പാട്ട്. ഞാൻ ഞങ്ങളെ നാട്ടുകാരനായ കോയയും കൂടെ പിന്നെ കാറിൽ പോവുക. ഈ മിനിഞ്ഞാന്ന് പിന്നെ നിലമ്പൂർ അങ്ങാടി കൂടെ രാത്രി 1 മണി നേരം ഇങ്ങനെ മനുഷ്യന്മാർ. ഞാൻ അങ്ങോട്ട് വഷളായി പോയി. പഠിച്ചോനെ വന്നവരൊക്കെ കാറിൽ ഒഴുകുക. ട്രാഫിക് ജാമായത് രാത്രി 1 മണിക്ക്. അവിടെ ഉത്സവമാണ് നിലമ്പൂരിൽ. ആ സ്ഥലത്ത് വെച്ച് നമ്മൾ ആ നേരത്ത് കാണുമ്പോൾ സംഗതി യാത്രയാണെങ്കിൽ പോലും നമുക്കൊരു വഷളത്തിലുണ്ട്. ഇത് നമ്മൾ മൂല്യരായതുകൊണ്ടുള്ള വശത്തിലാണ്. നേരെ മറിച്ച് എൻ്റെ മൂത്താപ്പാൻ്റെ മക്കൾ കുറെ നാടന്മാരും കുറെ പണിക്കാരും കച്ചവടം. ഒരിക്കലെന്താ നമ്മൾ വളരെ ചിന്തിക്കണം. തെറ്റെടുക്കാൻ പറ്റില്ല, തെറ്റ് ചെയ്യാൻ പറ്റില്ല. നിന്റെ മകളെ കല്യാണം നടന്നു, നിങ്ങളെല്ലാവരും പല ആളുകളെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ എടുത്തിട്ടില്ല. ഏകദേശം മലപ്പുറത്തും കോഴിക്കോടുള്ള അത്യാവശ്യം ഉപറാക്കളൊക്കെ ഞാൻ വിളിച്ചിരുന്നു. പാണക്കാട്ടെ പൂക്കുവാന്റെ റഹ്മത്തുള്ളാഹിന്റെ എല്ലാ മക്കളും വന്നിട്ടാണ് നിക്കാഹ് ചെയ്തത്. സമസ്തയുടെ പ്രസിഡന്റ് അടക്കം എല്ലാവരും സദസ്സിലുണ്ടായിരുന്നു. ഒരു ഫോട്ടോ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫോട്ടോ അതായിരുന്നു. ഈ കുറ്റിക്കാട്ടൂരെ ഈ യമാനിയുടെ ബസ് പിടിച്ച കുട്ടികൾ വന്നിരുന്നു. ഒരു ഫോട്ടോ എൻ്റെ കയ്യിലില്ല. എന്ത് എനിക്ക് ഇതിന്റെ മുന്നിൽ ഇരിക്കേണ്ടത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പിന്നല്ലേ വീഡിയോ, ഫോട്ടോ ഇല്ല. എന്റെ MT അബ്ദുൽ മുസ്ലിയാർ വന്നു. നമുക്ക് ബദലവെറ്റിലാണ്, ചെറുശ്ശേരി ചെങ്ങമണിയിൽ വന്നു. നമുക്ക് യാസീനുണ്ട്. ബാപ്പ തന്നെ ബാപ്പാവും. നമുക്ക് മൊഹിദ്ദീൻ അവനെത്തി. വളവണ്ണ സ്ഥലം വന്നു, ഇവരൊക്കെ വന്നവർ എന്ത് ചെയ്ത് ഞാൻ ഇന്നലെ ഒരു കല്യാണപ്പരയിൽ പോയിട്ട് ചോറ് കഴിക്കാറ് പോകുന്നു. ഇന്നലെ നമ്മളെ കോഴിക്കോട്ട് ഇവിടെ നിന്ന് ബജാറാണ്ട ഈ കോഴിക്കോട്ടാണ്. എനിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് വടകര ഒരു പരിപാടി ഉണ്ടായിരുന്നു. വടകരക്കാരോട് ഞാൻ വിളിച്ചു പറയും ചെയ്തിരുന്നു, കോഴിക്കോട്ട് ഒരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് ചോറ് വേണ്ട. അവസാനം എനിക്കും ചോറ് കിട്ടില്ല, ഒപ്പുള്ളവർക്കും ചോറ് കിട്ടില്ല. എന്റെ കല്യാണപ്പരെ ചെന്ന് പുതിയാപ്പള വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. ഞാൻ കുറച്ചേരം കാത്തിരുന്നു. പുതിയാപ്പള വന്നു നോക്കുമ്പോൾ ഒരു ദുനിയാവാകം കുറച്ച് സാധനം കൊട്ടുപൊട്ടു. പിന്നെ പാട്ട് ഭയങ്കര സാധനത്തോട് കൂടിയാണ് പുതിയാപ്പള വരുന്നത്. വലിയ JCB പോലത്തെ തുമ്പിക്കയ്യുന്ന ക്യാമറയാണ്. ഇങ്ങനെ പാട്ട് തുടങ്ങി. അവിടെ ഒരു മൂലയനുണ്ട്, 10 കൊല്ലം അവിടെ മഹബൂസായ ഹബീബ. ഞാൻ അയാൾ പറഞ്ഞു, മൂലയെ നിങ്ങൾ തൽക്കാലം നിൽക്കായിട്ടുള്ളൂ, റഹ്മത്തുള്ളാഹിനെ തൽക്കാലം കിട്ടൂല പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയാൻ ധൈര്യമുണ്ട്. എന്തുകൊണ്ട്? നിന്റെ പോലെ അങ്ങനത്തെ കുതിരവിടെ നടക്കില്ല, നിന്റെ തറവാട്ട് നടക്കാൻ സംഭവിക്കൂല. ഇത് വളരെ ചിന്തിക്കണം. ഇത് നിന്റെ മാത്രം പറയല്ല, പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? നമുക്ക് ഈ ഇതിന്റെ മുന്നിൽ നിൽക്കണം, മനുഷ്യന്റെ മുന്നിൽ എണീറ്റ് നിൽക്കണം. അതിൽ നമുക്ക് നമ്മൾ ചില ശുദ്ധികൾ സൂക്ഷിക്കണം. അതിന് കാരണം നമ്മുടെ ബാപ്പ നമ്മളെ മൂല്യരാക്കിയതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഞാൻ വാക്യം പറഞ്ഞത്. നിങ്ങൾ ബാക്കി പറഞ്ഞോളൂ. മൻ കാന യുരീദു ദുനിയ ഫഅലൈഹി ബിൽ ഇൽമി വമൻ കാന യുരീദുൽ ആഖിറ ഫഅലൈഹി ബിൽ ഇൽമി. നിങ്ങൾക്ക് ദുനിയാവ് വേണമെങ്കിൽ ഇൽമു പഠിച്ചോളൂ, നിങ്ങൾക്ക് ആഖിറം വേണമെങ്കിൽ ഇൽമു പഠിച്ചോളൂ. ഞാൻ ഗൾഫ് പോയപ്പോൾ എൻ്റെ വാപ്പനോട് പറഞ്ഞു, എടാ പോണ്ട ഗൾഫിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം എന്നും പോയി നോക്കുക തൽക്കാലം. ഇപ്പം പറഞ്ഞു, എടാ എനിക്ക് കേരളത്തിൽ നിന്നാൽ എനിക്ക് കാറിലൊരു കക്കൂസ് ഉണ്ടാകേണ്ടി വരും. കക്കൂസ് പോകാൻ നേരമില്ലാത്തതുകൊണ്ട് തൽക്കാലം കാറിൽ കക്കൂസ് ഉണ്ടാക്കി ഗൾഫ് പോകണ്ട, നിനക്ക് കേരളം തന്നെ മതിയുണ്ടോ. ഞാൻ ബാപ്പാനെ നല്ല വക്കപ്പ് ഒന്ന് സോപ്പിട്ട് പോയി. ഞാനിത് ബാക്കി പറയണില്ല, ചിന്തിക്കണം. كان يريد الدنيا فعليه بالعلم ومن كان يريد الآخرة فعليه بالعلم.
ومن كان يريدهما فعليه بالعلم ദുനിയാവാണെങ്കിൽ ഇൽമിനെ പഠിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുനിയാവ് വേണോ? ഇവിടെ നിന്ന് വന്നല്ലോ ഒരാള് PK കുഞ്ഞാലിക്കുട്ടി ഇല്ലേ? ഇവിടെ നിന്നല്ലേ വന്നത്? അയാളെ ബഹുമാനിക്കണ 2 വിഭാഗം ആളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് തങ്ങന്മാരും ഒന്ന് അലിമീൻ മാത്രം. എനിക്ക് PK കുഞ്ഞാലിക്കുട്ടി അറിയാം. വേറെ മനുഷ്യൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിലക്കുന്ന ആളല്ല. 2 കൂട്ടർ വില വെക്കും. ഇന്ന് കേരള രാഷ്ട്രീയ ചരിത്രം പറയുകയാണെങ്കിൽ ചാണക്യൻ എന്ന് പറയാവുന്ന ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. അല്ലാഹു അദ്ദേഹത്തിന് ഇജ്ജത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മനസ്സറിഞ്ഞ് പറയും, അവരൊക്കെ നമ്മളെ ഉമറാക്കളാണ്. അവരൊക്കെ കൊണ്ട് ഈ സമുദായത്തിന് ഗുണമുണ്ട്. അവരൊക്കെ സമുദായത്തിന്റെ ഒരു ഉരുക്ക് കോട്ടയാണ്. അവരൊക്കെ നഷ്ടപ്പെട്ട സമുദായത്തിന് നഷ്ടമുണ്ട്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് പറയും, പടച്ചോൻ അല്ലാഹു തആല അവരെ ഇജ്ജത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ കൂട്ടുമക്കയറ്റാൻ ആഗ്രഹിക്കുന്നവരെ അല്ലാഹു കൂട്ടുമക്കയറ്റട്ടെ. അവരെ നിന്നരാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ അല്ലാഹു നിന്നരാക്കി കൊടുക്കട്ടെ. പടച്ചതമ്പുരാൻ നമ്മളെ നേരാക്കി രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവരെ അല്ലാഹു തആല വലിയ ഇജ്ജത്തിലും സ്വലാഹത്തിലും അവർ വലിയ സ്വാലിഹീങ്ങളും അല്ലാഹു തആല ആക്കി തരട്ടെ. ഈ മനുഷ്യന്മാർ 2 മനുഷ്യന്മാരെ പേടിയാണ്. അറിയാം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയാം. നമ്മൾക്ക് മനസ്സ് വായിച്ചുകൊണ്ടറിയാം. പലവട്ടം സ്വകാര്യമായി പല സംഘട്ടങ്ങളിലായി മണിക്കൂർ കണക്കിന് ഞാൻ ആ മനുഷ്യരുമായി സംസാരിച്ചിട്ടുണ്ട്. പല ഘട്ടത്തിലും 2 മനുഷ്യന്മാർ 2 കൂട്ടരെ പേടിക്കുന്ന തങ്ങന്മാരൊന്നും മൂല്യമായി. അപ്പോൾ നോക്കൂ നിങ്ങൾ, ومن كان يريد الآخرة فعليه بالعلم ومن كان يريدهما فعليه بالعلم. عطاء بن أبي رباح رضي الله عنه درس مكة പള്ളിയിൽ നടക്കുകയാണ്. റളിയല്ലാഹു അൻഹു വകബറ അല്ലമഹാന عطاء بن أبي رباح. അന്ന് രാജാവ് ഹജ്ജിന് വന്നു. ഹിഷാം ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവ് ഹജ്ജിന് വന്നു. ദർസ് നടക്കുമ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ ദർസിന്റെ ബാക്കിൽ പോയിരുന്ന് കുട്ടിയൊക്കെ ഹിഷാമിന്റെ 2 മക്കളും കൂടെ വന്നിട്ടുണ്ട്. മക്കൾക്കാകാൻ അന്തം വിട്ടുപോയി. എല്ലാവരും ബാപ്പാനെ പേടിക്കുന്നു. ബാപ്പ ഒരു മനുഷ്യന്റെ സദസ്സെത്തിയപ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ. കുട്ടികളെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് മനസ്സിലായി. ഒരു കറുപ്പന്റെ ഒരു പീഠത്തിന്റെ മുകളിൽ ഇരിക്കുന്നു. മനുഷ്യന്മാരെ വലിയ മനുഷ്യനായിരുന്നു കേട്ടാ, വലിയ ആളായിരുന്നു. ദർസിന്റെ പിന്നിലേക്ക് ചെന്നു. ദർസിന്റെ പിന്നിൽ ഇരിക്കാൻ ഒരുങ്ങിയപ്പോൾ പോലീസുകാരെ സൗകര്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് വന്നു. അപ്പോൾ ഹിഷാം ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവ് പോലീസുകാരെ ആംഗ്യം കൊണ്ട് തടഞ്ഞു. ആരും എനിക്ക് ഇരിപ്പിടം സൗകര്യപ്പെടുത്തേണ്ടതില്ല. ദർസിന്റെ പിന്നിൽ ഞാൻ ചെന്നിരുന്നു കൊള്ളാം. ഇഫാദത്തിന് തവാഫിന് വേണ്ടി വന്നതാണ്. ഒരു ഭാഗത്ത് മതാഫിൽ ദർസ് നടക്കുക. ഈ മനുഷ്യൻ പോയിട്ട് കർപ്പനായ ഒരു അബസീനിയക്കാരനായ കർപ്പനായ അടിമയായിരുന്നു ആദ്യം അത്വാ ബിൻ അബീ റബാഹ്. പൂച്ചക്കുട്ടി പോലെ ഇന്ന് ദർസ് കേട്ട് ദർസ് കഴിഞ്ഞപ്പോൾ അത്വാ റളിയല്ലാഹു അൻഹു രാജാവിനെ അടുത്തേക്ക് വിളിച്ചു. രാജാവ് ചെന്നു പീഠത്തിന്റെ താഴെ ഇരുന്ന് കൊടുത്തു. തലയിൽ കൈവച്ച് അത്വാ ബിൻ അബീ റബാഹ് ദുആ ചെയ്തു കൊടുത്തു. നല്ല ഭംഗി വാക്ക് പല വാക്കുകൾ സംസാരിച്ചു. വളരെ ബഹുമാനിച്ചു. 2 ആളും മുലാഖാത്താക്കി പിരിഞ്ഞു. ദർസ് കഴിഞ്ഞ് തന്റെ മുറിയിലേക്ക് പോയി. ഹറമിലെ മുദരിസായി ഹിഷാം എന്ത് ചെയ്തു? തവാഫ് കഴിഞ്ഞ് മസ്അയിലേക്ക് കയറുകയാ. മസ്അയിലേക്ക് സഅയിന് വേണ്ടി കയറിയപ്പോ കുട്ടികൾ ചോദിച്ചു, ഞങ്ങൾക്കിത് മനസ്സിലായില്ല. ഒരു കറുത്ത മനുഷ്യനാണ്. എല്ലാരും ഉപ്പാനെ പേടിക്കണു. ഉപ്പ ആ മനുഷ്യനെ പേടിക്കണു. ഇത് എന്തപ്പാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുട്ടികളെ ഉപ്പ പേടിക്കണ ഒരാളായി തീരണമെന്ന് ഉപ്പാന്റെ കുട്ടികൾക്ക് പൂതിയുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. അതാരുമല്ല, അത് മക്കയിലെ മുദരിസായ അത്വാ ബിൻ അബീ റബാഹ്. ഉലമാക്ക് വിലയില്ലാന്ന് പറഞ്ഞേണ്ട.
മൂല്യാകാൻ പറ്റില്ല. മൂല്യേര് പൂർത്തിയാറാവും കൂടി പൂർത്തിയാവും. എന്നാൽ 100% വില ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹി അങ്ങനെയല്ല. കടപ്പുറത്തുനിന്ന് വിട്ടു തൊടുപ്പുറത്ത് എത്തിയില്ല, അങ്ങനെയാണ്. കടപ്പുറത്തുനിന്ന് പോയി എന്നാൽ തൊടുപ്പുറത്ത് എത്തിയില്ല, അങ്ങനെ പ്രയോഗം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ അങ്ങനെയാണ്. ഒന്നിരിക്കൽ കടപ്പുറത്ത് തന്നെ എത്തണം, അല്ലെങ്കിൽ തൊടുപ്പുറത്ത് പൂർണ്ണമായി എത്തണം. രണ്ടാമതൊരു കുളത്തിലാകണം. ഇവിടുന്ന് വിട്ട് അവിടെ എത്തിയതില്ല, അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മൂല്യരാണോ 25,000 റുപ്യ ശമ്പളം കൊടുക്കാൻ തയ്യാറായ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. 25,000 റുപ്യ ശമ്പളം കൊടുക്കുക, നിങ്ങൾ നല്ല മുദരിസിനെ കൊണ്ടുവരി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നിങ്ങൾ പറഞ്ഞ ശമ്പളം കൊടുക്കുക, നിങ്ങൾ നല്ലൊരു മുദരിസിനെയും കുറച്ച് കുട്ടികളെയും കൊണ്ടുവന്ന ഈ ദർസിലേക്ക് എന്ന് എന്നോട് തിരൂര് താഴത്തങ്ങാടി ദർസിന്റെ കമ്മിറ്റി പറഞ്ഞു. സനത് മുത്തസില, ഇത് സനത് ചോദിക്കുന്ന കാലമായതുകൊണ്ടാണ് ഞാൻ സനത് മുത്തസിലൊക്കെ പറഞ്ഞത്. തിരൂര് താഴത്തങ്ങാടി പള്ളി കമ്മിറ്റി എന്നോട് പറഞ്ഞു, നിങ്ങൾ തൗവാഫുല്ലാവുമല്ലേ, നിങ്ങൾ ഭൂമിയിലാകെ ചുറ്റി നടക്കുന്ന ആളല്ലേ, നിങ്ങൾക്കൊരു മൂല്യരെ കിട്ടൂലേ? ഒരു മൂല്യരെയും കുറച്ച് നല്ല ഒരു ഉഷാറുള്ള ഒരു മുദരിസും കുറേ മൂല്യറ്റും നല്ല ഒരു ദിവസം നിങ്ങൾ പറഞ്ഞ ശമ്പളം കൊടുക്കുക. 25,000 ആണെങ്കിൽ 25,000 ഗസറ്റഡ് ഓഫീസറെ ശമ്പളം കൊടുക്കുക നിങ്ങൾ കൊണ്ടിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളാ പൊരന്റെ വിടവിലൂടെ അങ്ങനെ തേക്കോട്ട് നോക്കിയാൽ സഖ്യപർവ്വതം കാണാം. അതിന്റെ ഒരു ഭാഗം മുറിച്ചിട്ട് വേറൊരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് തോഫീക്കോടുകൂടെ 10 JCB കിട്ടിയാൽ ഞാൻ ചെയ്യും. ഒരു വലിയ ദിവസമുള്ള കുറെ കുട്ടികൾക്ക് ഒരു മൂല്യം കിട്ടണമെന്ന് എന്നോട് ദയവായി പറയരുത്, എനിക്കതിന് കഴിയൂല. നിങ്ങളൊന്നും വിചാരിക്കരുത്, നടക്കൂല. മൂല്യം എന്നായാലും കുട്ടികൾ കിട്ടാല്ല. കാരണം ഇൽമിന്റെ മധുരം കുട്ടികൾക്ക് ഇന്ന് അറിയില്ല. അയലിമുണ്ട്, പക്ഷെ കുട്ടികൾ ومن كان يريد الآخرة فعليه بالعلم ومن كان يريدهما فعليه بالعلم. ഒരു നാട്ടിലൊരു ഒസ്സുണ്ടായിരുന്നു. മുതലാളിയുടെ മീശയും താടിയും പഠിക്കാൻ വേണ്ടി പഴയ കാലത്ത് ഒസ്സാൻ വന്നപ്പോൾ ഷൂട്ടാ വന്നത്. അതിൽ മുതലാളി ചൂടായി ആട്ടി, അങ്ങനെ ഒസ്സ നാടുവിട്ട് പോയി. നാട് വിട്ട് അങ്ങനെ പോയി. അങ്ങനെ അങ്ങനത്തെ കഥയൊക്കെ ഉണ്ട് പഴയ കാലത്തെ കഥ കുറച്ച് അങ്ങനെയാണ്. ഒസ്സാൻ ഷൂട്ടതിൻ്റെ പേരിൽ ഒസ്സാൻ ആട്ടി വിട്ടു. ഒസ്സാൻ എവിടെയോ പോയി പെണ്ണിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട കാലമല്ലേ. ഒസ്സാൻ 2 മക്കളുണ്ടായി, 2 മക്കളും മൂല്യന്മാരായി. ഇപ്പോൾ ആ മുതലാളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. ആ നാട്ടിൽ ഏറ്റവും ഈ വയസ്സനായ മുതലാളി ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടുവരാം. പറഞ്ഞ ഞങ്ങളൊക്കെ ആലോചിച്ചാൽ തിരിയും, പറഞ്ഞാൽ തിരിയും. വളവണ്ണ സ്ഥാനമൊക്കെ പ്രത്യേകിച്ചും തിരിയും. ഇതൊക്കെ ഇവരൊക്കെ തിരിയുന്ന ആളുകളൊക്കെ തന്നെയാണ്. നമുക്ക് തരട്ടെ, അള്ളാഹു തരട്ടെ. ജനങ്ങളെ ഞാൻ നിങ്ങളെ നീട്ടി പരീക്ഷിക്കുന്നില്ല. നമുക്കൊരു 10 വരി ഉറുദബേത്ത് ചൊല്ലിയിട്ട് ബഹുമാനപ്പെട്ട തിർപ്പഞ്ച് ഉസ്താദിന്റെ വേണ്ടി ഹദിയാക്കി ഫാത്തിഹ സൂറത്തോടെ ഹദിയാക്കി മുസ്തഫ റസൂലുള്ളാഹിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിർപ്പഞ്ചോർക്കും അല്ലാഹു തആല അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു 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 ഏറ്റി കൊടുക്കട്ടെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങൾ ദൂരീകരിച്ചട്ടെ. ഞാൻ ഇങ്ങനെ ഈ മഞ്ഞൾ ഇതൊക്കെ മഞ്ഞാണ്. ഈ മഞ്ഞൾ തലയിക്കട് കയറും, പ്രസംഗിക്കുന്നവരെ മൂക്കിലൂടെ അങ്ങനെ കയറും. പിന്നെ ഇതിപ്പോ എന്നും മഞ്ഞാണ്. പിന്നെ അള്ളാന്റെ തോക്കിക്കൊണ്ടത് പുറത്തു പോട്ടെ, അത്രേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആ മഞ്ഞ നോക്കിയിട്ട് പുറത്തിറങ്ങാതിരുന്നാൽ വൃക്ഷം തന്നെയും മകരമാസത്തിലൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കണില്ല. അള്ളാഹു നമുക്ക് ശിഫ തരട്ടെ, അള്ളാഹു ശിഫ തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ സ്ഥാപനത്തിന് നെഞ്ചിലേറ്റ് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ നിയത്ത് ചെയ്യണം, നമുക്കൊരു മൂല്യ ആലിമായ കുട്ടി ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു ആലിമായ കുട്ടി ഉണ്ടായാലാ നാട് തന്നു. ആ നാട്ടിന് പ്രത്യേകത ഉണ്ടാവും. ആ നാട്ടിലെ ആളുകൾക്ക് പല ജാതി നേട്ടങ്ങളുണ്ട്. അങ്ങനെയാണ്, ആ പല ജാതി നേട്ടങ്ങളുണ്ട്.
ഒരുപാട് നാട്ടുകളുണ്ടാവും. എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഇനി CH സെൻട്രലിൽ വന്നാലും ഇനി ഡൽഹി ചെന്നാലും തിരുവനന്തപുരത്ത് ചെന്നാലും എൻ്റെ നാട്ടിലേക്ക് പൊതു സ്വഭാവമുണ്ട്. ഇപ്പോൾ ഒരു 5-8 കൊല്ലത്തിനിപ്പുറം ഞങ്ങൾ മൂത്തെടുത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ വേഗം നമ്മളോട് ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ CH സെൻറ്റർ ആണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ പലരും നമ്മളോട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. കാസിമിൻ്റെ അടുത്താണെന്ന് എഴുതും. അത് പറഞ്ഞ് അടുത്താണെന്ന് പറഞ്ഞാൽ അതിനാൽ അവർക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടും. നമുക്ക് ഒരു മഹത്വം ഉണ്ടായിട്ടല്ല, ആ പറഞ്ഞ കാസിമി എന്ന ബിരുദത്തിൻ്റെ ഒരു മഹത്വമാണ്. ഫൈസി, കാസിമി, ദാരിമി, അതിനൊക്കെ ചില വില ഉണ്ട്. അല്ലാഹു തആല ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. അതിനൊരു വില ഉണ്ട്. ആ വില സമൂഹം തന്നെ വില വെക്കുന്നുണ്ട്. അതിന് വില സമൂഹം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇവിടെ KP പായിട്ടുണ്ട്. ഇവരുടെയൊക്കെ അടുത്ത് മുത്തേർത്ത് വരുന്ന പല ആളുകളും വരാറുണ്ട്. മുത്തേർത്ത് പറഞ്ഞാൽ ഒരു പ്രത്യേക പരിഗണന അവർ കൊടുക്കും. എന്താണ്? അവരോട് ബന്ധപ്പെട്ട ഒരാളാണ്, ഒരു ഇൽമിന്റെ സേവനം അവരെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആളാണ്. എത്ര ആളെ ഒന്നൊക്കെ വരുന്നു ആര് പരിഗണിച്ചു? 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു മുതലാളിയെ തൽക്കാലം ഒരു സമ്മേളനത്തിന് നമ്മൾ സ്റ്റേജിലേക്ക് ഏറ്റെടുത്തു. അടുത്ത സമ്മേളനത്തിന് അയാളെ കയറ്റണമെങ്കിൽ പിന്നെ അയാൾ 1 ലക്ഷം രൂപ കൊടുക്കണം. കൊടുക്കുമാണ്. അങ്ങനെ കൊടുക്കാനൊന്നും വല്ലാതെ സ്റ്റേജിലേക്ക് ഏറ്റേണ്ടതില്ല എന്നാണ് എൻ്റെ മുതലുണ്ട്. മോലേര് അങ്ങനെയല്ല. മോലേരെ കയ്യിൽ എടുത്താൽ തീരാത്ത മുതലുണ്ട്. അതാണ് ഇൽമ. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുണ്ടോറും മേന്മ നൽകും മഹൽ ഗുണം വിദ്യ തന്നെ മഹാധർമ്മ. വിവരം പോലത്തെ ഇത് നിധിയില്ല. അപ്പോൾ ഇതാണ് ഇൽമിനെ എവിടെയും ആദരിക്കപ്പെടുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. 2 കാര്യം ചെയ്യാം. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാം. 2, നമ്മളെ കുടുംബത്തിൽ നിന്ന് മക്കളെ ഈ നാട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുക, ഈ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ നല്ല ആലിമീങ്ങൾ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാട്ടിൽ നന്മ നടക്കാനുള്ള മാർഗം ആലിമീങ്ങൾ സ്വന്തം നാട്ടിൽ ഉണ്ടാകലാണ്. അതന്നെ ഒരു മൂലയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു നാട്ടിലൊരു മുസ്ലിം പല ഉസ്താദുമാരും ഇവിടെ ഉണ്ട്. വെള്ളിയാഴ്ച ഖുത്ബയൊക്കെ കഴിഞ്ഞ് ജുമായൊക്കെ കഴിഞ്ഞ് വയലു പറയും. വല്ലാതെ കാര്യമായി ഊർക്കുള്ള വയലാണ് പറഞ്ഞാൽ വല്ലാതെ നേരം വൈകാതെ അയാളെ പിരിച്ചു കൊടുക്കും. നേരെ മറിച്ച് ഈ മൂല്യം നാട്ടിൽപ്പെട്ട ഒരു ആര്യമാണെങ്കിൽ എങ്ങോട്ട് വിളിച്ചോളൂ. അപ്പൊ നാട് നന്നാവാൻ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നാട്ടിൽ ആലിമീങ്ങൾ ഉണ്ടാകണം. പടച്ചോനെ പേടിക്കുന്ന ആലിമീങ്ങൾ ഉണ്ടാകണം. അള്ളാനെ പേടിക്കുന്നവരിൽ നിന്ന് പഠിച്ചാൽ പഠിച്ചവരും പേടിക്കുന്നവരാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുമുണ്ട്, അവർക്ക് പേടിച്ചവരിൽ നിന്ന് പഠിച്ചു എന്നതാണ് അവരുടെ പ്രത്യേകത. ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന പലരുണ്ട്, ഞാൻ എണ്ണി പറയുന്നില്ല. എന്താണ് അവരുടെ പ്രത്യേകത? അള്ളാഹുവിനെ പേടിച്ചവരിൽ നിന്ന് അവർ പഠിച്ചു എന്നതാണ്. അപ്പൊ അവരിൽ നിന്ന് പഠിച്ചവർക്ക് വീണ്ടും ആ മഹത്വം ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വീരാമുഖ്യാജി പറപ്പൂർ 2 സ്ക്വയർ ഫൂട്ട് ബിൽഡിങ്ങിലേക്ക് ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ.